ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ അതേ കൈൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു മൈലാഞ്ചി ഇട്ട് കുടുങ്ങിപ്പോയി ഗൈസ്. എനിക്കാണ് ഭയങ്കര അലർജി ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലിട്ടപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല, പുറത്ത് ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിച്ചു നിട്ടാണ്ട് വീഡിയോയിലോട്ട് പോയാലോ, പോകാം. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ ദോശ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ അപ്പുണ്ണിക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. അവന് കറിയൊന്നും വേണ്ട, അവനായിട്ട് പഞ്ചസാര മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണെങ്കിൽ ഇന്നലെ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയ സ്നാക്സാണ് കേട്ടോ. നമ്മളെ ചെറുപഴവും അതുപോലെ തന്നെ മൈദയും പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി നമ്മളിങ്ങനെ എന്താ പറയുന്നത് എണ്ണയിൽ കോരിയെടുക്കുന്ന സംഭവമാണ് കേട്ടോ. അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ അപ്പുണ്ണി ഇത് രണ്ടെണ്ണം എടുത്ത് കഴിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അധികം ഇത് കഴിക്കേണ്ട, ദോശ കഴിച്ചിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ ഇതേ ദോശ ഞങ്ങൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഇന്നെല്ലാവരും ലേറ്റ് ആയിട്ടുണ്ട്. അമ്മ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും എഴുന്നേക്കാൻ ലേറ്റ് ആയി. അപ്പോൾ ദോശ ഉണ്ട്. പിന്നെ ഈ ഒരു മുറിയൻ ദോശ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പുണ്ണിക്ക് അതൊന്ന് ഒരു 1.5 കഷ്ണം ദോശയാണ് കൊടുത്തത് കേട്ടോ. ഒരു ദോശ ഫുള്ള് കൊടുത്ത് ഒരു 1/2 കഷ്ണം കൂടെ കൊടുത്തു. അതിൻ്റെ ബാക്കിയാണ് അവിടെ കാണുന്നത്. അമ്മ ഇവിടെ ദോശയ്ക്കുള്ള കറിയെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ബാജിക്കറിയാണ് വെക്കുന്നത്. കുറച്ച് ചട്നി ഇരിക്കുന്നുണ്ട്, കാരണം ഇന്നലെയും നമുക്ക് ദോശയായിരുന്നു. അതിൻ്റെ ബാക്കി കറി കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പുണ്ണി അതിൻ്റെ ഇടയിൽ വന്ന് എന്നെ സോപ്പിടുന്നുണ്ട്, അമ്മയെ ദോശ വേണമെന്ന്. പിന്നെ 2 ചീത്തയെല്ലാം കേട്ടപ്പോൾ പതുക്കെ പോയിട്ട് അവൻ ദോശ കഴിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇരുന്ന് പോലും കഴിക്കുന്നില്ല, കാരണം സിദ്ധു വന്നിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് നിൽക്കപ്പുറത്തില്ല, അവൻ്റെ കൂടെ എങ്ങനെയെങ്കിലും താഴേക്ക് ഓടണം അവന്. അപ്പം നിന്നുകൊണ്ടും ഇരുന്നും കൊണ്ടൊക്കെ നമ്മുടെ അപ്പുണ്ണി കഴിക്കുന്നുണ്ട്. ഏകദേശം അവിടെ കറി സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേ ചായ, കട്ടൻ ചായ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ. പിന്നെ കറിക്ക് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കുറച്ച് എൻ്റെ കയ്യിൽ ഇട്ടിച്ചെന്നു. അപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ഏട്ടൻ രാവിലെ എഴുന്നേറ്റ് പല്ലുതേപ്പൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ടൗണിൽ പോയിട്ടോ. ടൗണിൽ പോയി വരുമ്പോൾ അതേ ഒരു ബാഗ് പാല് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പാല് കണ്ടപ്പോൾ അപ്പുണ്ണി പറഞ്ഞു, അമ്മ എനിക്കൊരു ഗ്ലാസ് പാല് കാച്ചി കൊണ്ടാന്ന് പറഞ്ഞിട്ടോ. അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ നമ്മുടെ അപ്പുണ്ണി അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ ചോദിച്ച പാടെ പെട്ടെന്ന് തന്നെ അവനെ കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ കറി ഇതേ തിളയ്ക്കുന്നുണ്ട്. അപ്പുറം ഞാൻ അടുപ്പത്ത് പാലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാല് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പാൽ ചായയും കൂടെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നുണ്ട്. പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ടൗണിലേക്ക് ഒന്നും കൂടെ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ മാണ്ടാട് പോകണം, അവിടെ സുത്തുനൊക്കെ കാണാൻ വേണ്ടി പോകണം. പിന്നെ അതേ മൈലാഞ്ചി നല്ല പണി തന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചൊറിഞ്ഞിട്ടൊരു രക്ഷയില്ല, ഇട്ട് പോയല്ലോ എന്നായിപ്പോയിട്ടോ. പിന്നെ അതേ പാലെല്ലാം തിളച്ച് വന്നു. നമ്മുടെ അപ്പുണ്ണിക്ക് പെട്ടെന്ന് തന്നെ കളിക്കാൻ പോകാനുള്ള ധൃതിക്ക് വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചായ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പണി തന്നിട്ടുണ്ട്. എൻ്റെ കണ്ണൊന്ന് തെറ്റുമ്പോൾ തന്നെ ചായ അവിടെ മറിഞ്ഞു പോയി. ഇതെൻ്റെ കൺമുന്നിൽ നിന്ന് തന്നെയാണ് മറിഞ്ഞു പോയത്. വേറെ ഒന്നും കണ്ടില്ല, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് തന്നെ ചായ കുറച്ച് മറിഞ്ഞു പോയി. പിന്നെ ഇതെനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. ചായ എല്ലാം തിളച്ച് മറിഞ്ഞ് അടുപ്പെല്ലാം ഓഫായി പോയിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്ന് കത്തിച്ച് നമ്മുടെ ചായക്ക് കുറച്ച് കടുപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ കത്തിച്ചത് കേട്ടോ. അങ്ങനെ ചായ എല്ലാം ഇവിടെ സെറ്റായി. വീണ്ടും ദേ ക്യാമറ നോക്കി ചായ ഒഴിച്ചു, ചായ എല്ലാം നിലത്ത് പോയി. പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല, ഞാൻ ഗ്ലാസ്സിലേക്ക് തന്നെ നോക്കിയിട്ട് ചായ ഒഴിച്ചിട്ടോ. കാരണം 2 ഗ്ലാസ് ചായ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ അമ്മയ്ക്കുമാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ചായ ഇവിടെ സെറ്റ്. ഇനി ഞങ്ങൾക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടി പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്ന് ടൗണിലേക്ക് പോകണം. ഏട്ടൻ പറഞ്ഞൊന്ന് ടൗണിൽ പോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വത്തുവിനെ നന്ദുവിനൊക്കെ ഒന്ന് കാണാൻ പോകണം. അവരൊന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടണം. സ്വത്തു നന്ദു എന്ന് പറയുന്നത് ഏട്ടൻ്റെ പെങ്ങളെ കുട്ടികളാണ് കേട്ടോ. എൻ്റെ നാത്തൂൻ്റെ 2 കുട്ടികളാണ്. പിന്നെ അതേ ഞാനിവിടെ ചായ നല്ലോണം ഊതി കുടിക്കുന്നുണ്ട്. ദോശയും കറിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ 2 കറിയും കൂടെ എടുത്തിട്ടോ. ചട്നിയും എടുത്തിട്ടുണ്ടായിരുന്നു, ബാജിക്കറിയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ ഏട്ടനോട് ഇപ്പം റെഡിയാവാം, പെട്ടെന്ന് റെഡിയാവാന്നൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചായ കുടിച്ച് പകുതി ആയപ്പോഴത്തേക്കും ഏട്ടൻ പിന്നെ ഒന്ന് ടൗണിലേക്ക് പോയിട്ടോ, എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമയമുണ്ട്, പതുക്കെ ഒരുങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 2 പാത്രം ഉണ്ട് ചായ കുടിച്ച്, അത് ഇന്ന് കഴുകി അമ്മേനെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രം കഴുകാൻ വേണ്ടി പോവാണ് കേട്ടോ. പാത്രമെല്ലാം കഴുകുന്നതിന് മുമ്പ് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഒന്ന് ടച്ചപ്പ് ചെയ്ത് പോവുക കേട്ടോ, അത്രയേ ഉള്ളൂ. അങ്ങനെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പിന്നെ പാത്രം കഴുകൽ പരിപാടിയാണ് കേട്ടോ. പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് ഒരുങ്ങി റെഡിയാവുക, പോവുക. ടൗണിൽ പോകുന്ന പ്രത്യേകിച്ച് ഒന്നിനല്ല, നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വത്തുനന്ദിനും കൂട്ടിയിട്ട് വരാൻ, വേറെ തിരക്ക് പിടിച്ച പരിപാടിയൊന്നും അല്ല. എന്നാലും വെയിലിന് മുമ്പേ പെട്ടെന്ന് പോയിട്ട് വരാം. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് താഴെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് പോയി വരാമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. കാരണം കുഞ്ഞ് ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ വിടൂല. അപ്പുണ്ണിയാണെങ്കിൽ താഴെ ഇരുന്നുള്ളൂ. അവൻ വണ്ടിയിൽ പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ചാടി കയറി വരും. ചെറുത് വലുതിന്
വലിയ കുഴപ്പമൊന്നുമില്ല, അവന് താഴെ എത്തിയാൽ മതി കേട്ടോ. അങ്ങനെ പാത്രം കഴുകൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടോ. പിന്നെ അതേ ഗ്യാസ് അടുപ്പ് നമുക്ക് രാവിലെ പണി തന്നില്ല, അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. ഇതെനിക്ക് എന്നും ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്ന് പാൽ ചായ വെക്കുന്നു അന്നൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചോറ് തിളച്ച് മറിയും. ഇതിവിടെ എന്നും എനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പണിയാണ്. പിന്നെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇനിയിപ്പോൾ എന്താണ്, ഇനി ഒന്നുമില്ല. അപ്പോഴത്തേക്കും ഏട്ടൻ ടൗണിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ ഇത്ര നേരം ഒരു റെഡി ആയില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി വരുന്നു കേട്ടോ. അപ്പോൾ വേഗം എന്തായാലും ഇതിൽ കൈ വെച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം തുടച്ചു കൊടുത്തു. അമ്മ പറയുന്നുണ്ട്, വേഗം പോയിട്ട് വരുന്നോ, കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ പോയിട്ട് വന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വെച്ച് എന്തായാലും ഞാൻ കൈ വെച്ചില്ല, ഞാൻ തീർത്തിട്ടേ ഞാൻ പോളൂ എന്നുള്ളൊരു ശബ്ദം എടുത്തോലെ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണുമ്പോഴേ എനിക്കൊരു സമാധാനം. പിന്നെ എന്നിട്ട് കുറേ നാളിന് ശേഷം ഇങ്ങനെ ജോലികൾ ചെയ്യുമ്പോൾ ജോലി ചെയ്യാൻ ഭയങ്കര ഒരു ഇഷ്ടം പോലെയൊക്കെ തോന്നിയിട്ട് എനിക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ഇതേ നമ്മുടെ അടുക്കള സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മ വന്ന് ഇവിടെയൊക്കെ അടിച്ച് വാരി പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തുടയ്ക്കാനും കൂടെ അടുക്കളയിൽ പരിപാടിയുള്ളൂ. അങ്ങനെ ദേ അതെല്ലാം കഴിഞ്ഞു. ഇനി ഏട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഏട്ടൻ പറഞ്ഞു 5 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നീ വരണ്ട, ഞാൻ പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, 5 മിനിറ്റിനുള്ളിൽ ഞാൻ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് വേഗം ചടപടേന്ന് ഒരുങ്ങാണ് കേട്ടോ. ഇങ്ങനെയാണ് ഭർത്താക്കന്മാർ പെട്ടെന്ന് വിളിച്ചാലുള്ള ഒരുക്കം. ദേ ഇതുപോലെ ഇരിക്കും. വേഗം പൗഡറെല്ലാം വാരി പൊത്തി, പിന്നെ ഒരു പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെ കണ്ണാണെങ്കിൽ കുളിച്ചും കൂടെ ചെയ്തിട്ടില്ല, കുളിക്കാതെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വേഗം പോയി കൈയും കാലെല്ലാം കഴുകിയിട്ട് വേഗം ഡ്രസ്സും എടുത്തിട്ട് ദേ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നത്. ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കണ്ണ് എഴുതി കൊടുക്കുന്നത്. പക്ഷേ കണ്ണ് എഴുതിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല, മുഖത്ത് നല്ല ക്ഷീണം അറിയുന്നുണ്ടായിരുന്നു. പിന്നെയെന്ന് പറയുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, ലിബാം തേക്കണോ എന്നൊക്കെ തോന്നി. പിന്നെ ഒന്നും വേണ്ട, ഏട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത്, ഒരു കമ്മൽ മാറ്റി കൊടുത്തിട്ടോ, ഒരു കമ്മൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, മുടി വേഗം വാരി കെട്ടി ഓടാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. കൈയാണെങ്കിൽ ചൊറിഞ്ഞിട്ടൊരു രക്ഷയില്ല. കൈ കണ്ടോ ചുവന്ന് വന്നിട്ടുണ്ട്. എന്തോ ഒരു ഇതിനാണ് എനിക്ക് തോന്നിയത് കയ്യിൽ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പം മനസ്സിലായി എനിക്കതൊക്കെ അലർജിയുള്ള പരിപാടിയാണ്. അങ്ങനെ മുടികെട്ടും കൂടെ കഴിഞ്ഞ് എപ്പോഴുള്ള സ്ഥിരം കെട്ടാനുണ്ട്. നമുക്ക് സമയമില്ലാത്ത നേരത്ത് മുടി കെട്ടാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ. അങ്ങനെ ഒരു ഷാളും കൂടെ വാരി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് പോകാൻ കേട്ടോ. ചടപടേന്ന് ഇനി നടക്കുകയാണ്. നടന്ന് നമുക്ക് താഴെ വണ്ടിയുണ്ട്, എന്നിട്ട് വണ്ടി കയറിയിട്ട് നമുക്ക് പോകാട്ടോ. ചൂടും കൊണ്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് ചൂടാണ്. സൂര്യൻ നമ്മുടെ തലേൻ്റെ മുകളിൽ ഉദിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഭയങ്കര ചൂടും പുകയും വേർക്കലും ഒക്കെയാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ ഫോണിലൊക്കെ ഭയങ്കര ബിസിയാണ്, ആളും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അങ്ങനെ താഴോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെയാണ് നമ്മൾ വണ്ടി വെച്ചിട്ടുള്ളത്, മൂത്തമ്മൻ്റെ അവിടെ കേട്ടോ. എൻ്റെ മൂത്തമ്മൻ്റെ അവിടെയാണെങ്കിൽ മാങ്ങ കണ്ടിൽ നല്ലോണം പൂത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വിട്ട് മാറി നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കയറും. അങ്ങനെ ഏട്ടൻ പതുക്കെ നൈസിൽ വണ്ടിയൊക്കെ എടുത്ത് കൊണ്ടത്. ഞങ്ങൾ പിന്നെ ചിക്കൻ വാങ്ങിയിട്ട് അതാണ് കാണിച്ചത്. അവൻ കാണാണ്ട് വണ്ടിയൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ മുട്ടിലേക്ക്, നമ്മൾ തൊട്ടടുത്തുള്ള ടൗണിലേക്ക് വന്ന്, മുട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നു. പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി. അപ്പോഴത്തേക്ക് ക്ഷീണിച്ച് വേർത്തപ്പോൾ നമുക്കൊരു ലെയിം പറഞ്ഞു, ഇഞ്ചിയൊക്കെ ഇട്ടൊരു ലെയിമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു എരിവൊക്കെ ഉണ്ടായിരുന്നു. മുഴുവൻ ഞാൻ കുടിച്ചില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് ചിക്കനൊക്കെ കൊടുത്തു കേട്ടോ. അതിന് ശേഷമാണ് സ്വത്തുവിനും നന്ദുവിനെയും കൂട്ടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അതെല്ലാം കൊടുത്തു. മക്കളെ കൂട്ടണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ കുഞ്ഞുണ്ണി കയറി. ഞങ്ങൾ അവിടേക്ക് വന്നത് അവൻ കണ്ടു. അപ്പോൾ അവൻ ഞങ്ങളെ കൂടെ കയറി. പിന്നെ ഞങ്ങൾ ഇതേ ബേക്കറിയിൽ നിന്ന് അവർക്ക് കുറച്ച് ഐസ്ക്രീം വാങ്ങി കേട്ടോ. മാംഗോ ബാറാണ് വാങ്ങിയത്. അതും വാങ്ങി. കുഞ്ഞുണ്ണി ഇട്ട ഡ്രസ്സോടെ ഞങ്ങളെ കൂടെ വലിഞ്ഞ് കയറി. കണ്ടിലിരിക്കുന്നത് ഒരു കൂസലും ഇല്ലാതെ. അപ്പോൾ കണ്ടപാട് തന്നെ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം അവന് പൊളിച്ചു കൊടുത്തിട്ട് ഞാനും കഴിക്കുന്നുണ്ട്, അവനും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏട്ടനോട് പറയുന്നത്, ഇത് അവൻ്റെതാണ്, എൻ്റെ ഒരിയല്ല, ഇത് അവൻ്റെ ഒരിയാണെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ ചിരിക്കുന്നുണ്ട്. സ്വത്തുനും നന്ദുവിനെയും കൂട്ടി നമ്മൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് ബോൾ ഐസ്ക്രീം കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ അപ്പുണ്ണിയും സിദ്ധും ബാറും ഒക്കെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇത് ഒടുക്കത്തെ ക്ഷീണം. പിന്നെ ഞങ്ങൾ മുട്ടിലേക്ക് ഒന്ന് വന്നിരുന്നുണ്ട്. ചില ആവശ്യങ്ങൾക്കായിട്ട് വീണ്ടും മുട്ടിലേക്ക് വരേണ്ട വന്നു. ഇന്നൊരു അലച്ചൽ പിടിച്ച ദിവസമായിരുന്നു. അത് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക, ഫുൾ വെയിൽ. എൻ്റെ മുഖം കണ്ടില്ലേ ഗൈസ്, ക്ഷീണിച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട് വെയിലെല്ലാം കൊണ്ടിട്ട്. അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഒരു അവിൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ട്. നല്ല സ്പെഷ്യൽ അവിൽ മിൽക്കാണ് കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ തിരിച്ച് അങ്ങനെ ഞാനും ഏട്ടനും കൂടെ അത് കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിലത്ത് പോകുന്നൊരവസ്ഥയിലായിരുന്നു കേട്ടോ. അവിൽ മിൽക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സൂക്ഷിച്ചും കണ്ടുമാണ് ഞാനത് ശ്രദ്ധിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കുടിക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും ശ്വാസം മുട്ട് ഉറപ്പാണ്. അത്രയ്ക്ക് തണുപ്പ് ഞാനിന്ന് കയറ്റിയിട്ടുണ്ട്. ഇന്ന് രാത്രിയാകുമ്പോൾ ഞാനിരുന്ന് വലിക്കും ഗൈസ്. അപ്പോൾ അത് മുഴുവൻ കുടിച്ചു. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ചാനൽ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാ കൂട്ടർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.